Lots of stuff. Kerala people. We love you. We love you. Kerala fans. Audience. Part of the game now over. Let's not talk about it. What is the animal game? Don't talk. Don't talk to me. Animal No words. No words. ഒരു വീടിനകത്ത് നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു മെൻറ്റാലിറ്റി, ഒരു മെൻ്റൽ സ്റ്റേറ്റ് ഒന്ന് ആലോചിക്കണം. അത് അത്ര ഡിഫിക്കൽട്ടായിട്ട്, അത്ര മെൻ്റലി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പേരാണ് ജയിക്കുന്നത് ശരിക്കും. അപ്പോൾ ഇത് ഫെയർ ഗെയിമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഫെയർ ഇല്ലായിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലില്ലാത്ത സാധനങ്ങൾ നമുക്ക് ആലോചിച്ചിട്ട് കാര്യമില്ല. നമ്മളുള്ള കാര്യങ്ങൾ, കയ്യിലുള്ള കാര്യങ്ങൾ ആലോചിക്കാം. ഈ ഫെയർ ഗെയിമിൽ ആരെങ്കിലും ഏറ്റവും അൺഫെയർ ആയിട്ടാണ് അത് ആൾക്കാരുടെ ഒരു അഭിപ്രായമായിരിക്കും. നമ്മളൊരു റോ അൺഫിൽറ്റർഡ് ആയിട്ട് എൻ്റെ അനിയൻ എങ്ങനെയാണ് അതുപോലെയാണ് കണ്ടത്. ഈ സേഫ് ഗെയിമേഴ്സ് അവിടെ അകത്ത് നിൽക്കുമ്പോൾ ആരും പുറത്താകുന്നതിനെ പറ്റി എന്താ? ഫേക്ക് ഗെയിമേഴ്സ് ആരാന്ന് എനിക്ക് അറിയില്ല. ഈ ഫേക്ക് അല്ല, സേഫ് ഗെയിമേഴ്സ്. സത്യം പറഞ്ഞാൽ സേഫ് അൺസേഫ് ഒന്നും ഇല്ല. ചില പേരെ സ്ട്രാറ്റജി ആയിരിക്കും, ഞാൻ നൈസായിട്ട് നിൽക്കാം, ഈവനായിട്ട് നിൽക്കാം, അതായിരിക്കും. ചില പേര് എങ്ങനെ ബഹളം ഉണ്ടാക്കി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അനുമോളും കുറച്ചുകൂടി അലിഗേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആരും അങ്ങനത്തെ ഒരു പയ്യനല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അനുമോളെടുത്ത് ഐ ലവ് യു അനുമോളിലൊക്കെ പറഞ്ഞായിരുന്നു. അത് നല്ല രീതിയിലാണ് ഞാൻ പറഞ്ഞത് ശരിക്കും. ബിക്കോസ് എല്ലാവർക്കും അൺകണ്ടീഷനായിട്ട് സ്നേഹിക്കുന്ന ഒരു പോയിന്റ് പറഞ്ഞായിരുന്നു. അതുപോലെയാണ് എല്ലാ കണ്ടസ്റ്റൻസിനെ സ്നേഹിക്കുന്ന ആളാണ്. അങ്ങനെ പ്രത്യേക അനുമോളായിട്ടൊന്നും ഇല്ല. എനിക്ക് ഇപ്പോഴും നെഗറ്റീവായിട്ടൊന്നും ഇല്ല. അവർ നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ കളിക്കട്ടെ, ജയിക്കൊരു ഗെയിമല്ലേ. ഈ ആര്യനെതിരെയും വിമൺ കാർഡ് ഇറക്കുന്നുണ്ടല്ലോ, വിമൺ കാർഡ്, ജെൻഡർ കാർഡ് ഇറക്കിയായിരുന്നല്ലോ. കാർഡ് നമുക്ക് ലൈഫിൽ എവിടെ പോയാലും, ഏത് സ്റ്റേറ്റിൽ പോയാലും അത് ചിലപ്പോൾ ആൾക്കാർ കളിക്കും. ആണുങ്ങളും കളിക്കുന്നുണ്ട്, ജെൻഡർ കാർഡ് കളിക്കുന്നുണ്ട്. ഫീമെയിൽസ് കളിച്ചാലും അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ് പറഞ്ഞത്. ഇപ്പൊ കമന്റ് ഉൾപ്പെടെ PR ഏറ്റെടുത്ത് ഇപ്പൊ I feel there was something going on in Bigg Boss. Politics കുറെ ഉണ്ടായിരുന്നു. We feel that whatever happens, like it happens for the best only. Like positively എടുക്കാം. പക്ഷേ it was very unfair actually. എൻ്റെ ബ്രദർ ആണ്, എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പക്ഷേ I don't think it should have happened. ഇപ്പം നിലവിൽ ആരായിരിക്കും ജയിക്കാൻ സാധ്യതയുള്ളത്? ജയിക്കാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അനീസ് ചേട്ടനാണ്. പിന്നെ അനുമോള് വരാൻ ചാൻസ് ഉണ്ടായിരിക്കും. പിന്നെ നൂറ ഉണ്ട്. ഈ ടോപ്പ് 3 ആണ് എനിക്ക് തോന്നുന്നത്. കൂടുതലാണ് അനീസ് ചേട്ടൻ ഞാൻ തോന്നുന്നത്. തോന്നുന്നുണ്ട്. അത് സിൻസ് ദി ബിഗിനിങ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് വലിയ സ്ട്രാറ്റജി കുറച്ച് ചേഞ്ച് ആയി പോയി എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പോൾ എന്താണ് എനിക്കൊന്നും അറിയില്ല വാട്ട്സ് ഗോയിങ് ഓൺ ബിറ്റ്വീൻ ദം. ഇപ്പോൾ എപ്പിസോഡ് കണ്ടതും പിന്നെ അനുമോൾ സ്ട്രാറ്റജി ചേഞ്ച് ആയി പോയി. ഷെയ്ക്കാനൊക്കെ കൊണ്ടത് ആയിട്ടില്ല. സോ ഐ തിങ്ക് ഷീ ഷുഡ് ഹാവ് എ മോർ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അങ്ങനെയാണെങ്കിൽ ജയിക്കാൻ ചാൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ ഐ എം നോട്ട് ഷുവർ. പക്ഷേ അനുമോൾ ഭയങ്കര സ്ട്രോങ് പ്ലെയർ ആണ്, ചാൻസ് ഉണ്ടായിരിക്കും. ഐ തിങ്ക് വി ഷുഡ് ബി പോസിറ്റീവ് ഓഫ് ദാറ്റ്. ഒരു ടിപ്പിക്കൽ ഡ്രാമ ഗേളായിട്ട് തോന്നുന്നില്ലേ? സോറി, ഒരു ടിപ്പിക്കൽ ഡ്രാമ ഗേളായിട്ട് തോന്നുന്നു. ഡ്രാമകളാണ്, പക്ഷേ പറയില്ല, ഇറ്റ് വിൽ ബി എ പാർട്ട് ഓഫ് എ സ്ട്രാറ്റജി. പക്ഷേ അത്രയ്ക്കൊന്നും ഡ്രാമ വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വിജയിക്കാണ് പോസിറ്റീവ് വേ. എല്ലാവർക്കും അവരുടെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. പിന്നെ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഷുഡ് ബി ടു മച്ച്. താങ്ക് യു. He'll be a rockstar forever. But he's got a lot to go. We are proud of him. Yeah, I'm just proud of him. അതെനിക്ക് പറയാം. അൺഫെയർ ആയിട്ടോ ആകെ കൂടെ ഒരു ഗെയിം കളിക്കുന്ന ആൾക്കാർ മാത്രമേ ആർക്കെങ്കിലും എതിരെ കളിച്ചുകൊണ്ടാണോ പുറത്തായെന്ന് തോന്നുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു ഫീൽ അവൻ ആർക്കും എതിരായിട്ട് കളിച്ചിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല അങ്ങനെ ഒരു പേഴ്സണൽ കരുതിച്ചിട്ട് ആരായിട്ട് കളിച്ചായിട്ട് എനിക്ക് തോന്നുന്നു. അല്ല, ഈ അവസാനം ഈ ക്യാപ്റ്റൻ ആയ സമയത്ത് അത് ആക്ച്വലി ഒരു ബിഗ് ബോസിന്റെ മൂവായിട്ടാണ് എനിക്ക് തോന്നിയേക്കണേ. എന്തായാലും അതൊരു കണ്ടന്റ് ആണല്ലോ. 3 വരെ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം അത് മനസ്സിലാവും. അത് പാളിന്ന് തോന്നുന്നില്ലേ? അതെനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. അപ്പൊ അതിൽ അത് ചിലപ്പോൾ അവനും ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും. ആക്ച്വലി അവനല്ലേ, ബാക്കി രണ്ടുപേരും ചെയ്തിട്ട് ഞാനിത് ആദ്യമായിട്ടെങ്കിലും വട്ടാണ്. അല്ല, മൊത്തത്തിൽ നോക്കുമ്പോൾ ശരിക്കും ആദ്യൻ്റെ ഒരു പെർഫോമൻസ് എടുക്കുമ്പോൾ ഒരു കുറച്ചും കൂടി ഇപ്പോഴൊന്നും അല്ല പോകും. അങ്ങനെ വെച്ചാൽ ഒരു ഫൈനൽ 5 ഡേയ്സ് ഉറപ്പിച്ചിട്ടാണ് വന്നത്. 100 ഡേയ്സ് വരെ നിൽക്കുന്നതാണ് ഞാനും പ്രതീക്ഷിച്ചത്. ഒരു ടോപ്പ് 3 എന്തായാലും നിൽക്കേണ്ട ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു. ഈ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം മനസ്സിലായില്ല. പക്ഷേ ഈ ആര്യന് അത്രയും കണ്ടന്റ് കൊടുക്കാത്ത ആൾക്കാർ അവിടെ നിൽക്കുമ്പോൾ പോകുന്നത്, അല്ല എനിക്ക് തോന്നുന്നത്
എന്താ പറയുക, വോട്ടിംഗ് ഒന്നുമല്ല കാര്യം, റിയൽ ഗെയിമേഴ്സ് ഒന്നും അല്ല അതിൽ വന്നിരിക്കുന്നത്. ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ശരിയല്ല. ഇപ്പോൾ വോട്ടിങ്ങിലല്ല കാര്യം, ഒരു റിയൽ ഗെയിമൊന്നും നോക്കുന്നില്ല. എന്താണ് ഫീലിംഗ് ഭയങ്കര ബാഡ്. But I also think it's a part of the game. Whatever they do, that is no. Thank you guys. Good night. Okay, ma'am. Thank you.